സ്റ്റൈല് ഒക്കെ ഇഷ്ടപ്പെട്ടു, ലുക്ക് ഇഷ്ടപ്പെട്ടു. കാരണം ഓക്കെ, അപ്പൊ ഇത് എടുത്തിട്ട് ആരെങ്കിലും എന്തെങ്കിലും കുറ്റം പറഞ്ഞിട്ടുണ്ടോ? ഇഷ്ടം പോലെ ഫാസ്റ്റ് ചാർജിങ് ഓപ്ഷൻ ഇല്ല, അത് ഇല്ലാതിരിക്കുന്നതാണ് നല്ലത്. കാരണം ഫാസ്റ്റ് ചാർജിങ് ഇല്ലാതെന്ന് വെച്ചാൽ അത് ബാറ്ററിക്ക് ഒരുപാട് ഹീറ്റിംഗ്, ഒരു ടെക്നിക്കലി അത് അതൊരു പ്രാക്ടിക്കൽ അല്ല. നമ്മൾ വിൽക്കാൻ വേണ്ടി അല്ലല്ലോ വണ്ടി മേടിക്കുന്നത്. അപ്പൊ നമ്മള് കിട്ടുന്ന സമയത്ത് എന്താണോ അപ്പോഴത്തെ എക്സ്ചേഞ്ച് എത്ര റേറ്റ് അങ്ങനെ നമുക്ക് ഇന്ന പ്രൈസ് കിട്ടണമെന്നുള്ള ഒരു ഇതില്ല. ഞാൻ എടുക്കാനേ പറയത്തുള്ളൂ, കാരണം വെച്ചാൽ ഫ്യൂച്ചറൈസ് EV ആണ്. ഉറപ്പാണോ? ഉറപ്പാണ്, ഫ്യൂച്ചറൈസ് EV ആണ്. അപ്പൊ ഇതാണ് EV എടുക്കുന്ന കസ്റ്റമേഴ്സിന്റെ ഒരു മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത്. എല്ലാ പ്രിയ കൂട്ടുകാർക്കും നമസ്കാരം. പ്രൊമേഷോയുടെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മുടെ ചാനലിനകത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന EV റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസാണ്. വളരെ നല്ല അഭിപ്രായങ്ങളും സംശയങ്ങളും നിവാരണങ്ങളും ഒക്കെ നടക്കുന്നുണ്ട്. ഒരുപാട് കമൻസിനുള്ള റിപ്ലൈ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൊടുക്കുന്നുണ്ട്. നല്ല കാര്യക്ഷമമായിട്ടുള്ള ചർച്ചകളാണ്. അപ്പോൾ അതിനകത്ത് കുറേ കാര്യങ്ങൾ EV മേടിക്കണമെന്ന് ആഗ്രഹമുള്ളവർക്കുള്ള കുറേ ടെൻഷൻസും കാര്യങ്ങളൊക്കെ നമ്മൾ അതിനകത്ത് പങ്കുവെക്കുന്നതായിട്ട് കണ്ടു. വാഹനം എടുത്താൽ അത് മുതലാവുമോ, റിട്ടേൺസ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് വരുമോ, അല്ലെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ലാഭം എൻ്റെ അടുത്ത് കിട്ടുമോ, ചാർജിങ്ങിൻ്റെ കാര്യങ്ങൾ എങ്ങനെയാണ്. അപ്പോൾ ഇത്രയും പ്രശ്നങ്ങൾ പലരും അഡ്രസ്സ് ചെയ്യുന്നത് കണ്ടു. അപ്പോൾ EV എടുത്ത കുറച്ച് ആൾക്കാരെ നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് കുറേയൊക്കെ പരിഹാരം തരാൻ സാധിക്കുമെന്ന് ഞാൻ ചിന്തിച്ചുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് വെച്ചിരിക്കുന്നത്. നമ്മളിപ്പോൾ കൊല്ലം ജില്ലയിലുള്ള ആയൂരിലാണുള്ളത്. അവിടെ നമ്മുടെ പ്രിയപ്പെട്ട ഒരു സുഹൃത്ത് അലൻ സോണി, അദ്ദേഹം ഒരു വാഹനം എടുത്തതിന് ശേഷം അത് നമ്മൾ വിളിക്കുകയുണ്ടായി. അതായത് അദ്ദേഹം എടുത്ത വാഹനമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മോറിസ് ഗ്യാരേജസിന് തന്നെ കൊമറ്റ് എന്ന് പറയുന്ന കൊച്ചി ഏറ്റവും ബഡ്ജറ്റ് സെഗ്മെൻറ്റിലുള്ള എന്നാൽ പ്രീമിയം ആയിട്ടുള്ള ഒരു കുട്ടി ഇലക്ട്രിക് കാറാണ്. അപ്പോൾ ഇതിൻ്റെ വിശേഷങ്ങളാണ്, എന്തുകൊണ്ടാണ് അദ്ദേഹം എടുത്തതെന്നുള്ളതിനെക്കുറിച്ചൊക്കെയാണ് നമ്മൾ സംസാരിക്കാനായിട്ട് പോകുന്നത്. അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടിൽ നോക്കാം. നമുക്ക് സ്ക്രീനിലേക്ക് വെൽക്കം ചെയ്യാം. അലൻ ബ്രോ പ്ലീസ്. ഓക്കെ, വെൽക്കം. ഓക്കെ, എന്തുണ്ട് വിശേഷം? ഓക്കെ, അതിന്റെ സന്തോഷത്തിലാണ്. ഓക്കെ, ഇത് അലൻ കേട്ടോ. അലൻ ആക്ച്വലി എന്താ ചെയ്യുന്നത്? ഞാനിപ്പോ ഫാദറിന്റെ ബിസിനസ്സിൽ. അതെ, എന്താ നിങ്ങളുടെ ബിസിനസ്? നമ്മുടെ പെയിന്റ് ഷോപ്പാണ്. പെയിന്റ് ഷോപ്പ് ഉണ്ട്, ടൂറിസം ഉണ്ട്, പിന്നെ എനിക്ക് യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട്. ഓക്കെ, യൂട്യൂബ് ചാനലിന്റെ പേരെന്താ? എന്റെ അലൻ ആൻഡ് അമൽ വ്ലോഗ്സ് എന്നാണ്. ഓക്കെ, അതിന്റെ ലിങ്ക് ഞാൻ തൊട്ട് താഴെ ഒന്ന് കൊടുത്തേക്കാം കേട്ടോ. എല്ലാവരും ഒന്ന് നോക്കിക്കണേ, ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണം. അപ്പോൾ നമ്മൾ ഇതിലേക്ക് കൂടുതലായിട്ട് വരികയാണെ. അപ്പോൾ ഈ ഒരു വാഹനത്തിലേക്ക് വരികയാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഒരു EV എടുക്കാമെന്ന് വിചാരിച്ചത്? അതിന് മുമ്പ് ഇപ്പം നിലവിൽ വീട്ടിലുള്ള വാഹനങ്ങൾ ഏതാണ് എന്ന് പറയാതെ. നമ്മുടെ ഇപ്പോൾ ഒരു 7 സീറ്റർ ആണെങ്കിൽ നമുക്കൊരു ഇന്നോവ ക്രിസ്റ്റ ഉണ്ട്, ഒരു വാഗണർ ഉണ്ട്, TUV ഉണ്ട്. TUV 3 ഉണ്ട്. അപ്പോൾ നമ്മുടെ ഫ്യൂൽ എക്സ്പെൻസും മാക്സിമം എന്താ ടൂ വീലറിന് ആക്റ്റീവ് ഉണ്ട്. അപ്പൊ ഇങ്ങനെ ഒരുപാട് ബാഡ് ന്യൂസ് ഒക്കെ കേൾക്കുന്നുണ്ട്. അപകടങ്ങളുടെ തോത് കുറയ്ക്കാനുണ്ടല്ലേ? ആ ഒരു സൈസിൽ കൊണ്ടു നടക്കാവുന്ന അല്ലെ എന്താ ഒരു ടൂ വീലറിന്റെ അകത്ത് വെച്ചാൽ ഭയങ്കര കോമ്പാക്ട് ആയിട്ടുള്ള ഒരു, എന്നാ ചെലവ് കുറഞ്ഞ് മാക്സിമം നമുക്ക് ഏറ്റവും കൂടുതൽ ചെലവ് വരുന്നത് ഇപ്പൊ ഇതിലാണ്, പെട്രോൾ ചെലവിലാണ്. അപ്പൊ അതുകൊണ്ടാണ് ആ ഒരു കോൺസെപ്റ്റിലാണ് ഇലക്ട്രിക് കാർ എടുക്കുന്നത്. ഇലക്ട്രിക് കാർ ശരിക്കും പറഞ്ഞാൽ സിമ്പിൾ ആയിട്ട് പറഞ്ഞ ഒരു സെക്കൻഡ് കാർ ആയിട്ട് ഉള്ള ഒരു സെക്കൻഡ് മൂന്നാല് വാഹനങ്ങളുണ്ട്, എന്നിൽ പോലും ഫസ്റ്റ് ഓപ്ഷൻ അല്ലാത്ത ഒരു വാഹനമായിട്ടാണ് എടുത്തിരിക്കുന്നത്. ഓക്കെ, അതായത് പ്രൈമറി യൂസ് അല്ല പുള്ളിയുടെ മെയിൻ ആയിട്ട്. കാരണം സിറ്റി കമ്മ്യൂട്ടിങ്ങിന് സിറ്റി യാത്രയാണ്. ശരിക്കും ഇത് ഇപ്പൊ മോറിസ് ഗ്യാരേജസിന്റെ അർബൻ കാറായിട്ടാണ് വരുന്നത്, സിറ്റി കാറായിട്ടാണ് വരുന്നത്. അതെ, അപ്പം ഈ ഒരു വാഹനം അപ്പം എടുക്കാനുള്ള കാരണം മെയിൻ ആയിട്ട് പറഞ്ഞാൽ സെക്കൻഡ് കാറായിട്ട് വളരെ ചെലവ് കുറഞ്ഞൊരു വാഹനമായിട്ടാണ്. ഭയങ്കര കോമ്പാക്ട് ആയിരിക്കും. അതുകൊണ്ടാണ് വേറെ ഒരു ഓപ്ഷൻ നോക്കാതെ ഇതിലോട്ട് തന്നെ വന്നു. വേറെ ഓപ്ഷൻസ് ഒന്നും EV നോക്കിയില്ല, ടിയാഗോ നോക്കിയില്ല, ഒന്നും നോക്കിയില്ല. കറക്റ്റ് ഈ സൈസും ഈ ഒരു ഫംഗി സ്റ്റൈലും കൂടെ നോക്കിയപ്പോ സ്റ്റൈല് ഒക്കെ ഇഷ്ടപ്പെട്ടു, ലുക്ക് ഇഷ്ടപ്പെട്ടു. കാരണം വെച്ചാൽ ഈ സ്റ്റൈല് കാരണം വെച്ചാൽ നമുക്കിപ്പോ എവിടെ പോയാലും ആൾക്കാർ അറ്റൻഷൻ കിട്ടുന്നുണ്ട്. ഓക്കെ, റോഡിൽ എവിടെയെങ്കിലും വണ്ടി നിർത്തിയിട്ടാ പോലും ഇപ്പൊ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് തന്നെ റോഡിൽ വണ്ടി നിർത്തിയിട്ടപ്പോ ആൾക്കാർ ഇത് എന്താ ഇതിന്റെ പ്രൈസ്, എന്താ ഇതെന്ത് വണ്ടിയാണ്, ഏത് കമ്പനിയാണ്, പലർക്കും അറിയത്തില്ല. ഇങ്ങനെ ഒരു സംഭവം പോപ്പുലർ ആയിട്ട് വന്നിട്ടില്ല. പക്ഷെ ഈ ഒരു ഷേപ്പ് നമ്മുടെ മെഴ്സിഡീസിന്റെ ഒരു സബ്സിഡറി ആയിട്ടുള്ള സ്മാർട്ട് കാർ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അതിന്റെ ഏകദേശം അത് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടില്ല, ഇന്ത്യ വന്നിട്ടില്ല, സബ്സിഡറി ആണ്. അപ്പൊ അതിന്റെ ഒരു രൂപമാണിത്. അതിന്റെ ഒരു രൂപമാണ് ഈ ഒരു ബോഡി ഷേപ്പ് ഇന്ത്യയിൽ പോപ്പുലർ അല്ല. 2 ഡോർ നമ്മൾ ഇതിനു മുമ്പ് ഇതുപോലെ ചെറിയ കാറുള്ള നാനോ ആണ്, അതിലും ചെറിയൊരു കാർ 4 ഡോർ ഉണ്ട്. 2 ഡോർ ഈ ഒരു ബോഡി ഷേപ്പ് ഇന്ത്യയിൽ ഇല്ല. ഓക്കെ, അപ്പൊ ഇത് എടുത്തിട്ട് ആരെങ്കിലും എന്തെങ്കിലും കുറ്റം പറഞ്ഞിട്ടുണ്ടോ? ഇഷ്ടം പോലെ ഉണ്ട്. എന്താ പറഞ്ഞു? അതാണ് കേൾക്കേണ്ടത്. എന്തിനാണ് EV എടുത്തത്? പെട്രോൾ അല്ലെ ഈ ഡീസൽ കാറുകൾ ഓടിക്കുന്നതിന്റെ അത്രയും സുഖം കിട്ടത്തില്ല, അല്ലെങ്കിൽ എന്താ കുറച്ച് വർഷം കഴിയുമ്പോ ഇത് ബാറ്ററി മാറുന്നതിന് നല്ല എക്സ്പെൻസ് ആവും. നമ്മളൊരു വണ്ടി എങ്ങനെ പോയാലും ഒരു 5 വർഷം 4 വർഷം അത്രേ യൂസ് ചെയ്യത്തുള്ളൂ. ഇപ്പൊ എന്താ ബാറ്ററിക്ക് 8 വർഷം വാറണ്ടി പറയുന്നുണ്ട്. 8 വർഷം വാറണ്ടി പറയുന്നുണ്ട് ബാറ്ററിക്ക്. അതിന്റെ റേഞ്ച് ഒക്കെ എങ്ങനെ പറയുന്നത്? നമുക്കൊരു 240 സാധാരണ വണ്ടികളിൽ ഇപ്പൊ ടിയാഗോ ഒക്കെ ആണെങ്കിൽ ടിയാഗോ അല്ലെങ്കിൽ നെക്സോൺ EV ഒക്കെ ആണെങ്കിൽ 350 കിലോമീറ്റർ പറയുന്നുണ്ടെങ്കിലും
നമുക്കൊരു 250-100 കിലോമീറ്ററിന് എങ്ങനെ പോയാലും ഒരു ഞാൻ കേട്ടിട്ടുണ്ട് ഈ മോറിസ് ഗാരേജസിന് അവർ പറയുന്ന ഏകദേശം ഒരു ഡെലിവറി അല്ലേ 240 കിലോമീറ്റേഴ്സ് ആണ് പറയുന്നത്. പക്ഷെ എനിക്ക് 200 കിട്ടുന്നുണ്ട്. 200 കിട്ടുന്നുണ്ട്. അത് ആദ്യമായിട്ടാണെന്ന് വെച്ചാൽ എന്താ, സാധാരണ എല്ലാവരും എക്സ്പെക്ട് ചെയ്യുന്ന ഒരു 150 ഒക്കെ എന്ന് വെച്ചാൽ അത്രയും ഹ്യൂജ് ഗ്യാപ്പ് ഉണ്ട്. ഇപ്പൊ നെക്സോണിന്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ 350 പറയുകയാണെങ്കിൽ ഒരു 250, 220 ഒക്കെ കിട്ടും. പക്ഷേ ഇത് 40 കിലോമീറ്റർ ഡിഫറൻസ് ആയിരുന്നു. 240 പറഞ്ഞിട്ട് 200 കിട്ടുന്നുണ്ട്. 200 കിട്ടും. ശരി, ഇവിടെ ഒരു 180 എങ്കിലും കിട്ടുമായിരിക്കും അല്ലേ? 180 കിട്ടും. 180 to 200 കിട്ടും, കംപ്ലീറ്റ് ഷുവർ ആണ്. അപ്പൊ മേടിച്ചിട്ട് ഇപ്പൊ എത്ര നാളായി? ഒരു മാസമായി അല്ലേ? അത്യാവശ്യം കുറെ ഓടിച്ചു. 800 കിലോമീറ്റേഴ്സ് ആയി. 1000 ആയില്ല, 800 കിലോമീറ്റേഴ്സ് ആയി. 800 കിലോമീറ്റേഴ്സ് വണ്ടി ഓടിച്ചു അല്ലേ? ഓക്കെ. അപ്പൊ ഇതിൽ ചാർജിങ്ങിനെ സംബന്ധിച്ചൊക്കെ വരികയാണെങ്കിൽ നമ്മൾ എത്ര ഇതിന് ഫാസ്റ്റ് ചാർജിങ് ഓപ്ഷൻ ഇല്ലെന്നാ കേട്ടോ? ഫാസ്റ്റ് ചാർജിങ് ഓപ്ഷൻ ഇല്ല. അത് ഇല്ലാതിരിക്കുന്നതാണ് നല്ലത്. കാരണം ഫാസ്റ്റ് ചാർജിങ് ഇല്ലാതെന്ന് വെച്ചാൽ അത് ബാറ്ററിക്ക് ഒരുപാട് ഹീറ്റിംഗ്, ഒരു ടെക്നിക്കലി അതൊരു പ്രാക്ടിക്കൽ അല്ല. അത് ജസ്റ്റ് ഒരു ഗിമിക്കാണ്. അത് ടെക്നിക്കലി ബാറ്ററിയുടെ ലൈഫ് കുറയ്ക്കത്തേ ഉള്ളൂ. ശരിയാണ്. നോർമലി നമ്മളിപ്പം ഫോണിൽ തന്നെ നമ്മുടെ ഇപ്പൊ വാട്ട്സ് കൂടിയ ചാർജിങ് വാട്ട്സ് കൂടിയ ചാർജ് ചെയ്യുമ്പോൾ നമ്മുടെ ഫോൺ ഭയങ്കരമായിട്ട് ഹീറ്റ് ആവും. അതുപോലെ ഇതിന് സംഭവിക്കും. അപ്പൊ അതിലും നല്ലത് ഇത് നോർമലി ഈ ഒരു ചാർജിങ് ആണ്. നമ്മൾ അതിന് ഇത് സത്യം പറഞ്ഞ് മെയിൻ ചെയ്തിരിക്കുന്ന ഒരു ലോങ് ട്രാവൽ കാർ ആയിട്ടല്ല. അതിന് നമുക്ക് ഈ BYD ഉണ്ട്, നെക്സോൺ ഉണ്ട്. ഇതൊരു നമുക്ക് ഒരു ഡെയിലി കമ്മ്യൂട്ടിന് വേണ്ടിയുള്ള ഒരു വാഹനമായിട്ട് രാത്രി ഒരു 200 കിലോമീറ്റേഴ്സിന് താഴെ പോയി വരാവുന്ന ഒരു അല്ലെങ്കിൽ ദിവസം ജോലിക്ക് പോകാൻ വേണ്ടി ഒരു 25 കിലോമീറ്റർ 50 കിലോമീറ്റർ അങ്ങോട്ട് പോകുന്നു. അതിനുവേണ്ടി മാത്രമാണ്, അല്ലാതെ ഇതൊരു ലോങ് ട്രാവൽ അല്ലെ ഫാമിലി കാർ എന്ന രീതിയിലല്ല ഈ കൺസെപ്റ്റ്. ഇതിന് നമുക്ക് ഒരു അഡ്വാൻറ്റേജ് കിടക്കുന്ന ഫ്യൂൽ കോസ്റ്റിനകത്തുള്ള സേവിംഗ് ആയിട്ടാണ് മെയിൻ ആയിട്ട് വരുന്നത് അല്ലേ? ഞാനിപ്പോ പമ്പിൽ പോയിട്ട് തന്നെ ഒരു മാസമായി. ആണല്ലേ? അപ്പൊ 800 കിലോമീറ്റർ ഇടയ്ക്ക് കുറച്ച് പ്രാവശ്യമൊക്കെ ചാർജ് ചെയ്യും? എല്ലാ ദിവസം ചാർജ് ചെയ്യോ? എല്ലാ ദിവസം ചാർജ് ചെയ്യും. എങ്ങനെ പോയാലും എന്റെ ഒരു ദിവസത്തെ യൂസിന് ഇപ്പൊ ഫാദറാണ് കൂടുതലും യൂസ് ചെയ്യുന്നതെങ്കിലും ഞാൻ യൂസ് ചെയ്യുമ്പോഴായ പോലും ഒരു ദിവസം ഫുള്ള് യൂസ് ചെയ്താൽ പോലും എങ്ങനെ പോയാലും ഒരു 40%, 45%, 50% ബാക്കി ഉണ്ടാവും. അങ്ങനെയാണല്ലേ? ഈ ഒരു വാഹനത്തിന് ഞാനിപ്പോ കറക്റ്റ് ഇപ്പൊ പറയുന്ന വെച്ചാൽ ഇപ്പൊ 200 എനിക്ക് 200 കിലോമീറ്റേഴ്സ് ഞാൻ കാൽക്കുലേറ്റ് ചെയ്ത് എങ്ങനെ പറയും. ഞാനിപ്പോ 100 കിലോമീറ്റേഴ്സ് ഞാൻ ട്രിപ്പ് ഇട്ടപ്പോ 100 കിലോമീറ്റേഴ്സ് ഞാൻ ഓടിച്ചപ്പോ ബാക്കി 50% കറക്റ്റ് ഉണ്ടാവും. അപ്പൊ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ മനസ്സിലാവും 200 കിലോമീറ്റേഴ്സ് കറക്റ്റ് ഉണ്ടാവും. അത്ര ഉണ്ടാവും അല്ലേ? 50% ഇനി ഓടാൻ 100 കിലോമീറ്റർ ബാക്കി ഉണ്ടാവുന്നു. അപ്പം ഇതാണ് ഇതിൻ്റെ ഒരു റേഞ്ച് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു വാഹനത്തിൻ്റെ ബാറ്ററിയെ കുറിച്ച് പറയുകയാണെങ്കിൽ 17.3 kWh ബാറ്ററിയാണ് ഉള്ളത്. നമുക്ക് നിലവിൽ ഈ വാഹനത്തിന് ഫാസ്റ്റ് ചാർജിങ് ഓപ്ഷൻ ഇല്ല. എങ്കിൽ പോലും അത് അതിൻ്റെ ആവശ്യമില്ലെന്നാണ് അലൻ പറയുന്നത്. അപ്പം നമുക്ക് 3.5 മണിക്കൂറും കൊണ്ട് ഏകദേശം 50%ഓളം നമുക്ക് ഈ വാഹനം 80%ഓളം വാഹനം ചാർജ് ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത്. മൊത്തം 7 മണിക്കൂർ കൊണ്ട് വാഹനം മൊത്തം ചാർജ് ചെയ്യും. അപ്പോൾ ഇതിനിടയ്ക്ക് ഞാനൊരു പ്രൊഡക്റ്റിൻ്റെ കാര്യം കൂടെ പറയുകയാണ്. ഇപ്പോൾ EV യൂസേഴ്സിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റാണ്. സാറിന് ഈ ഒരു വാഹനത്തിന് നമുക്ക് ഫാസ്റ്റ് ചാർജിങ് ഇല്ലെങ്കിലും മുകളിലേക്ക് പോകുന്ന സമയത്ത് ഇപ്പോൾ നെക്സോണോ അല്ലെങ്കിൽ XUV ഒക്കെ വാങ്ങുന്ന സമയത്ത് നമുക്ക് 400 ഒക്കെ വാങ്ങിക്കുന്ന സമയത്ത് നമുക്ക് ഫാസ്റ്റ് ചാർജിങ് ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഷോറൂമിൽ നിന്ന് നമുക്കൊരു 7.2 കിലോവാട്ടിൻ്റെ ഒരു ചാർജർ നമുക്ക് പൈസ കൊടുത്ത് മേടിക്കേണ്ട ഒരു ആവശ്യമില്ല. അതിന് ഏകദേശം 50,000 രൂപ വിലയെന്ന് പറയുന്നത്. അതുമാത്രമല്ല അത് വീട്ടിൽ കൊടുക്കണമെന്നുണ്ടെങ്കിൽ 3 ഫേസ് ലൈനിൻ്റെ ആവശ്യമുണ്ട്. അപ്പം അതുകൊണ്ട് പലരും ചാർജർ മേടിക്കാതിരിക്കുന്നവർക്കറിയാം. അപ്പോൾ അതിൻ്റെ ഒരു സൊല്യൂഷനാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ZEV പോയിന്റ് സ്വിഫ്റ്റ് പ്രോ EV എന്ന് പറഞ്ഞ ചാർജർ മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനൊന്നാമത് പ്രൈസിൽ അഡ്വാൻറ്റേജ് ആണ്. കാരണം 35,000 രൂപ അതിന് സ്പെൻഡ് വരുന്നുള്ളൂ. മറ്റേ ചാർജർ നമ്മൾ കമ്പനിയിൽ നിന്ന് വാങ്ങിക്കാൻ 50,000 രൂപ. അപ്പോൾ ഒരു 15,000 വ്യത്യാസം അവിടെ തന്നെ നമുക്ക് വാഹനം മേടിക്കുന്ന സമയത്ത് തന്നെ കിട്ടും. പിന്നെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നതെന്ന് പറഞ്ഞാൽ ആ ചാർജേഴ്സിന് 3 ഫേസ് കണക്ടിവിറ്റി വേണ്ട. സിംഗിൾ ഫേസിൽ നമുക്ക് കണക്ട് ചെയ്യാം. ലോഡ് അഡ്ജസ്റ്റ് ചെയ്യാം. 1.6 കിലോവാട്ട് മുതൽ 7.2 വരെ കിലോവാട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. അതുപോലെ നമുക്ക് ഡിജിറ്റൽ ഡിസ്പ്ലേ ഉള്ളതുകൊണ്ട് ഈസി ആയിട്ട് നമുക്ക് പാരാമീറ്റേഴ്സ് റീഡിങ്സ് എടുക്കാണ്ട് പറ്റും. അപ്പോൾ ഇത് നമുക്ക് ഫ്ലിപ്കാർട്ടിൽ ആമസോണിൽ അവൈലബിൾ ആണ്. 35,000 രൂപയാണ്. പക്ഷേ റോപ്മൈഷോ ഞാൻ തരുന്ന ലിങ്കിൽ കൂടെ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൂടെ അതുവഴി വാങ്ങിക്കുകയാണെങ്കിൽ 34,000 രൂപയ്ക്ക് ആ ചാർജസ് കിട്ടുന്നതാണ്. അലൻ ബ്രോ, എൻ്റെ ഒരു മെയിൻ ആയിട്ടുള്ളൊരു കാര്യം, പലരും നമ്മുടെ EVയുടെ അടി വന്നിട്ട് ഇപ്പോൾ നേരെ കുറേ പേര് നെഗറ്റീവ് പറഞ്ഞെന്ന് വന്നില്ലേ. അപ്പം റിട്ടേൺസ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ആണ് ഇന്നത്തെ മെയിൻ ആയിട്ടൊരു പ്രശ്നമായിട്ട് പറയുന്നത്. ഈ വാഹനം മേടിച്ചപ്പം ഇത് ടോപ്പ് എൻഡ് ആണ്. നമുക്ക് 3 വേരിയൻസിലാണ് വാഹനം നമുക്ക് കിട്ടുന്നത് അല്ലേ? ഒന്ന് പറയുന്നത് പേസ് മിഡ് ഓപ്ഷൻ ആണ്. പ്ലേ, പേസ്, പ്ലഷ്, അങ്ങനെ 3 ഓപ്ഷൻ. ഇത് ഏതാണ് വേണ്ടി? ഇത് പ്ലഷ് ഏറ്റവും ടോപ്പ് എൻഡ് ആണ്. ഡ്യുവൽ ടോൺ ടോപ്പ് ആണ്. ഏറ്റവും വാഹനത്തിൽ കിട്ടാവുന്നതിൽ ഏറ്റവും വലിയൊരു കോൺഫിഗറേഷൻ ആണ് എടുത്തു വെച്ചിരിക്കുന്നത് അല്ലേ? ഓക്കെ, ആദ്യം അതിന് മുമ്പ് ചോദിക്കട്ടെ, ഇതിന് ഒരുപാട് കളർ ഓപ്ഷൻസ് ഉണ്ട്, പല കസ്റ്റമൈസേഷൻ ഓപ്ഷൻസും ഉണ്ട്, ഒരുപാട് ഗ്രാഫിക്സ് ഒക്കെ ഉണ്ട്. എന്തുകൊണ്ട് വൈറ്റ് എടുത്ത് അതൊന്നും ചോദിക്കട്ടെ? വൈറ്റ് എന്ന് പറഞ്ഞൊരു എനിക്ക് ആ ഒരു ക്യൂട്ട്നെസ് വൈറ്റിനകത്താണ്. ഓക്കെ, ബിസിനസ് ഒക്കെ ചെയ്യുന്നതുകൊണ്ട് കുറച്ചുകൂടി സ്റ്റാൻഡേർഡ് ആയിട്ട് ഫീലിംഗ് കിട്ടുകയും ചെയ്യും. അല്ല, കുറച്ചുകൂടെ ക്യൂട്ട്നെസ് വൈറ്റ് ആണ്. ഓക്കെ, ഈ ഡുവൽ ടോൺ കളർ. അതുപോലെ ഇവർക്ക് ഒരു വേറൊരു അടിപൊളി കളർ ഉണ്ടല്ലോ, ഒരു ഗ്രീൻ. അതെ, ഒരു നല്ലൊരു കളറാണ്. പക്ഷെ അത്
എന്തോ ഒരു പ്ലഷ് ആപ്പിൾ ഗ്രീൻ എന്നൊക്കെ പറയുന്ന ഒരു കളർ അല്ലേ? ഈ പച്ച കളറുള്ള ആപ്പിളിന്റെ കളർ ഈസി അവൈലബിലിറ്റി ആയിരുന്നു. ഈസിലി പെട്ടെന്ന് കിട്ടുമായിരുന്നു. ഓക്കെ. പിന്നെ നമ്മുടെ ഈ കസ്റ്റമൈസേഷൻ ചെയ്ത് നമ്മുടെ MVD എന്തൊക്കെ ചെയ്യുന്നു അതൊന്നും പറയാൻ പറ്റത്തില്ല. ഓക്കെ, അപ്പൊ നമ്മൾ തിരിച്ച് ഇതിലേക്ക് വരികയാണ്. ഈ വാഹനം വാങ്ങിച്ചപ്പോ ഏകദേശം എത്ര രൂപയായിരുന്നു? ഒരു 11 ലക്ഷത്തിനടുത്ത് ആണല്ലേ? ബേസ് വേരിയന്റിന് വരുന്ന 9 ലക്ഷം രൂപയാണ് ഈ വാഹനത്തിന് വരുന്നത്. 9 ലക്ഷം രൂപയ്ക്ക്, അതായത് നമുക്കിന്ന് മാർക്കറ്റിൽ കിട്ടുന്ന ഏറ്റവും വില കുറഞ്ഞ എന്നാൽ പ്രീമിയം ആയിട്ടുള്ള EV-കളൊന്നാണ്. വില കുറഞ്ഞെന്ന് പറഞ്ഞാൽ അങ്ങനെ തീരെ വില കുറവാണ്. നിങ്ങൾ വിചാരിക്കും കാറുകൾക്ക് ഇതിന് വില കുറവുണ്ട്, പക്ഷേ EV-യിലേക്ക് വരുമ്പം സാധാരണ നെക്സോൺ അല്ലെന്നുണ്ടെങ്കിൽ XEV ഒക്കെ വരുമ്പോൾ 17 ലക്ഷം ഒക്കെ വരുന്നത്, 20ഒക്കെയാണ് വരുന്നത്. പക്ഷേ നമുക്ക് വാങ്ങിക്കാൻ പറ്റുന്നത്, അതായത് നിങ്ങൾക്ക് ഒരു ഇലക്ട്രിക് കാർ വാങ്ങിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ 9 തൊട്ട് 11 ലക്ഷം വരെ ബഡ്ജറ്റിന് നമുക്ക് ഈ കാർസ് നമുക്ക് അവൈലബിൾ ആയിട്ട് കിട്ടും. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, നമ്മളിതിപ്പം എത്രയും പൈസ മുടക്കുന്നു? ഈ ഇലക്ട്രിക് വെഹിക്കിൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ഡിപ്രീസിയേഷൻ്റെ കാര്യം ഭയങ്കര ഒരു പ്രശ്നമാണ്. കാരണം മുമ്പോട്ട് ചെല്ലുന്തോറും നേരത്തെ പറഞ്ഞ പോലെ ഒരു സെക്കൻഡ് ഹാൻഡ് വിൽക്കുന്ന സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഒന്നെങ്കിൽ റീസെയിൽ വാല്യൂ ഒട്ടും ഇല്ലാതെ വരുന്നൊക്കെയാണ് ആൾക്കാർ പറയുന്നത്. ഓക്കെ, അപ്പം അങ്ങനെയുള്ള കാഴ്ചപ്പാടിലാണോ എന്ന് വെച്ചാൽ ഇത് ഇനി വിൽക്കുന്ന കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടോ? അങ്ങനെ വരുമ്പോൾ വില കിട്ടാതെ വരുമെന്നൊക്കെ ചിന്തിക്കുന്നുണ്ടോ? ഇല്ല, നമ്മൾ ആ സമയത്ത് ഇപ്പോൾ നമ്മൾ വിൽക്കാൻ വേണ്ടിയല്ലല്ലോ വണ്ടി മേടിക്കുന്നത്. അപ്പം നമ്മൾ കിട്ടുന്ന സമയത്ത് എന്താണോ അപ്പോഴത്തെ എക്സ്ചേഞ്ച് എത്ര റേറ്റ്, അങ്ങനെ അങ്ങ് നമുക്ക് ഇന്ന പ്രൈസ് കിട്ടണമെന്നുള്ള ഒരു ഇതില്ല, ഒരു അപ്ഗ്രേഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ എന്തുകൊണ്ടായിരിക്കും EV-യിലേക്ക് വീണ്ടും വന്നെന്ന് ചോദിക്കുന്നത്? അപ്പം ഒരു മീൻസ് ലാഭം, പൈസ ലാഭം മാത്രമൊന്നും ആയിരിക്കുമല്ലോ. ഡ്രൈവിംഗ് കംഫർട്ട്. ഇതിനു മുമ്പ് EV വാഹനങ്ങൾ ഏതെങ്കിലും ഓടിച്ചിട്ടുണ്ടോ? ഓടിച്ചിട്ടുണ്ട്. നെക്സോൺ EV ഓടിച്ചിട്ടുണ്ട്. ഓൾമോസ്റ്റ് എല്ലാ EV വാഹനങ്ങളും ഞാൻ മിക്ക വാഹനങ്ങളും ടെസ്റ്റ് ചെയ്തു. എന്താണ് അതിന്റെ ഫീഡ്ബാക്ക് കിട്ടിയത് EV വാഹനങ്ങൾ ഓടിക്കുമ്പോൾ? എനിക്ക് നെക്സോൺ EV-യിൽ നല്ല ഈ സഡൻ ഇൻസ്റ്റന്റ് ടോർക്ക് ആണ്. ഈ EV വണ്ടികളിലെ ഒരു പ്രത്യേകത ഇൻസ്റ്റന്റ് ടോർക്ക്. മോട്ടോർ സ്വിച്ച് ഇടുമ്പോൾ മോട്ടോർ വർക്ക് ചെയ്യുന്ന പോലെ അല്ല, മറ്റേ ഈ പെട്രോൾ വണ്ടികളിലാണെങ്കിൽ മറ്റേ അതിനകത്തോട്ട് പവർ കയറി പെട്രോൾ എടുത്ത് ബ്ലാസ്റ്റ് ഉണ്ടായി ചെറിയ ലാഗ് ഉണ്ടാവും. അത്രയും സെക്കൻഡ്, ഒരു സെക്കൻഡെങ്കിലും ലാഗ് ഉണ്ടല്ലോ. ഇത് കാല കൊടുക്കുക, വയർ വഴി നേരെ ടയറിലേക്ക്. അപ്പൊ ഇൻസ്റ്റന്റ് ടോർക്കാണ് അത് ഏറ്റവും വലിയ. ഹൈബ്രിഡിന് പോലും അത്രയും, ഹൈബ്രിഡ് ഒരു പകുതി ഇലക്ട്രിക്കും പകുതി പെട്രോളും ആണെങ്കിൽ പോലും ഒരു സെക്കൻഡ് ഒരു ഇതുണ്ട്. പക്ഷേ ഇലക്ട്രിക് ക്യൂക്ക് ആണ്, ഭയങ്കര ക്യൂക്കായിട്ട് വരുന്നത്. അതെ 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 അതെ. അപ്പം ആക്ച്വലി ഈ വണ്ടി എടുത്തതിന് ശേഷം ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു. അതോ ഇനിയിപ്പം നെക്സോൺ ഒക്കെ വാങ്ങിക്കാൻ തോന്നിയിരുന്നോ? ഇല്ല ഇല്ല. ഓക്കെ, നമ്മുടെ യൂട്ടിലിറ്റിയുടെ ആവശ്യം അനുസരിച്ച് നോക്കുകയാണെങ്കിൽ ചെറിയൊരു വണ്ടിയായിരുന്നു അല്ലേ? എനിക്ക് MG ട്രസ്റ്റ് ആയിരുന്നു. ഓക്കെ, അപ്പോൾ MGയെ കുറിച്ച് പറയുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ആൾക്കാർക്ക് ഒരു മടിയുണ്ട് എടുക്കണോ വേണ്ടെന്നുള്ളത്. എൻ്റെ മെയിനായിട്ട് കാര്യം ചില വിഷ്യൂസ് ഒക്കെ നമ്മൾ തുടക്ക സമയത്ത് ഉണ്ടായിട്ടുണ്ട്. പിന്നെ സോഷ്യൽ മീഡിയ ഭയങ്കര ഡീഗ്രേഡിംഗ് ഒക്കെ ഉണ്ട്. പുതിയൊരു കമ്പനി വരുമ്പോഴായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പിന്നെ വേറൊരു പ്രശ്നം ഉണ്ടായിരുന്നു മെയിനായിട്ട്, കാരണം ഇതൊരു ബ്രിട്ടീഷ് പൈതൃകമുള്ളൊരു വണ്ടിയാണ് മോറിസ് ഗാരേജ് എന്ന് പറയുന്നത്. പക്ഷേ ഇന്ന് അത് ഓൺ ചെയ്യുന്നത് സായിക് മോട്ടോഴ്സ് ആണ്. അപ്പോൾ അതുകൊണ്ട് ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ചെറിയൊരു ഒരസൽ ആ സമയത്ത് ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. അതൊക്കെ മനസ്സിനെ വല്ലാതെ അലട്ടിയിരുന്നതോ? ഇല്ല, കാരണം ഓൾമോസ്റ്റ് ഇപ്പോൾ ഇന്ത്യ കിട്ടുന്ന എല്ലാ പ്രോഡക്ട്സും ചൈനയിലാണ് മാനുഫാക്ചറിങ്. ആപ്പിൾ പോലും, നമ്മുടെ ആപ്പിൾ കാർ, നമ്മുടെ ഇതല്ലേ ആപ്പിൾ ഫോൺ, മനസ്സിലായി, ഐഫോൺ അതൊക്കെ ചൈനയിലാണ് മാനുഫാക്ചർ ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെ ചൈനയിൽ മാത്രം മാനുഫാക്ചർ ചെയ്യുന്നത് നമ്മൾ എടുക്കില്ല എന്ന രീതിയിൽ അങ്ങനെയാണെങ്കിൽ ഒന്നും നടക്കൂല. അതെ അതെ, ഓൾമോസ്റ്റ് ഇതിന്റെ എന്തെങ്കിലും ഒരു കമ്പോണന്റ് ഇതിന്റെന്നല്ല നമ്മൾ ദൈനംദിന ജീവിതത്തിൽ നമ്മൾ ഇനിയിപ്പോ എന്ത് സാധനം ഉപയോഗിച്ചാലും ഉണ്ടാവും ചൈനീസിന്റെ ഒരു പാർട്ടെങ്കിലും ഉണ്ടാവും. ഇപ്പൊ ഇതിനകത്ത് തന്നെ ഞാനിപ്പോ ഇന്ന് രാവിലെ ബോണ്ട് തുറന്നു നോക്കിയപ്പോ ഇതിനകത്ത് എഴുതിയിരിക്കുന്നത് ചൈനീസിലാണ് എഴുതിയിരിക്കുന്നത്. ഓക്കെ, എന്നുവെച്ചാൽ ഈ ബാറ്ററിയുടെ അവിടുത്തെ അടിയിലത്തെ ബാറ്ററിയുടെ മണ്ടയില് ബോണ്ട് നോക്കിയാൽ അടിയിൽ ഇംഗ്ലീഷിലല്ല എഴുതി. അതെ അതെ, ഇത് ചൈനീസ് പറഞ്ഞാൽ ഇപ്പൊ ഇത് സായിക് മോട്ടോഴ്സിന്റെ കയ്യിലാണ് വണ്ടിയുള്ളത്. അല്ലെ, ഇന്ത്യയിൽ വന്നിട്ട് പോലും ആ റൈറ്റിംഗ് ചൈനീസ് തന്നെയാണ് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. മറ്റേ നെയിം പ്ലേറ്റ്. ഓക്കെ, മോറിസ് ഗാരേജസ് എന്തുകൊണ്ട് ഇഷ്ടമായിരുന്നു പറഞ്ഞത്? എനിക്ക് അതിന്റെ ഒരു ലുക്സും എന്ന് വെച്ചാൽ അവരുടെ എല്ലാ വണ്ടികളും ഒരു ഹ്യൂമൻ തിങ് ലൈക്ക്. ഓക്കെ, ഇറ്റ്സ് എ ഹ്യൂമൻ തിങ് എന്നാണല്ലോ പറയുന്നത്. അതെ അതെ അതെ. അപ്പൊ ഭയങ്കര ടെക് ലോഡഡ് ആയിരിക്കും. ഓക്കെ, ഈ വണ്ടിക്കകത്ത് എന്തൊക്കെ അങ്ങനെയുള്ള ലോഡഡ് ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ? എംബഡഡ് സിം ഉണ്ട് അതിനകത്ത്. എംബഡഡ് സിം ഉണ്ട്, കണക്റ്റഡ് ഇന്റർനെറ്റ് ഇൻസൈഡ് എന്നുള്ള ഒരു ബാഡ്ജിങ് ഉണ്ടല്ലോ. ഇതൊരു ഹ്യൂമൻ തിങ് ആയിട്ട് തോന്നും. കാരണം നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. ആരോട്? നമുക്ക് ഈ ഇതിലുള്ള നമുക്ക് MGയുടെ ഹലോ MG അവരോട് സംസാരിക്കാം. മറ്റേ വണ്ടികളിലുള്ള എല്ലാ സമയത്തും ഉണ്ട്. നമ്മൾ കയറി വരുമ്പോഴേ നമ്മളെ വെൽക്കം ചെയ്യും. അപ്പൊ എന്റെ പേര് പറഞ്ഞ് വെൽക്കം ചെയ്യും. ഓക്കെ, അപ്പൊ നമ്മള് പിന്നെ നമ്മൾ ഇറങ്ങിയിട്ട് ലോക്ക് ചെയ്യുമ്പോൾ ഗുഡ് ബൈ പറയും. അതൊക്കെ നമുക്കൊരു രസമാണത്. ഓക്കെ ഓക്കെ ഓക്കെ, നമുക്കൊരു ജീവനുള്ള ഒരു വാഹനമായിട്ട്, ജീവനുള്ള വാഹനമായിട്ട് നമ്മളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതായിട്ട് തോന്നും. ഓക്കെ, അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. വേറെ എന്തൊക്കെ ഫീച്ചേഴ്സ് ആയി വണ്ടിക്ക് മെയിനായിട്ട് ഇഷ്ടപ്പെട്ടത്? വേറെ എനിക്ക് ഇതിന്റെ സ്പീക്കർ ക്വാളിറ്റി അത്യാവശ്യം നല്ല ക്വാളിറ്റിയാണ്, നല്ല മ്യൂസിക് സിസ്റ്റമാണ്. പിന്നെ എനിക്ക് ഈ ഡുവൽ കണക്റ്റഡ് വലിയ സ്ക്രീനാണ് വാഹനത്തിനകത്ത് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, പിന്നെ ഇതിനകത്തുള്ള ജിയോ 7 ആയാലും ഓൺലൈൻ ജിയോയുടെ കണക്ടിവിറ്റി ഉള്ളതെന്ന് തോന്നുന്നു. ജിയോയുടെ കണക്ടിവിറ്റിയാണ്. പിന്നെ നമുക്ക് ഇതിനകത്ത് ന്യൂസ് അറിയാം, സ്കോർ അറിയാം, അങ്ങനെയുള്ള ഒരുപാട് ഫീച്ചേഴ്സ്
പിന്നെ ഗിയർ നോബ് എനിക്ക് ഭയങ്കര റോട്ടർ ഭയങ്കര റോട്ടർ സ്വിച്ച് ആണ്. റോട്ടർ സ്വിച്ച് അതൊക്കെയാണ്. പിന്നെ ഭയങ്കര സെന്റർ ടണലില്ല, ഈ ഡാഷ്ബോർഡിന് അടിയിൽ ഇതില്ല സെന്റർ. മനസ്സിലായി. അപ്പൊ നമുക്ക് നല്ല കണക്ക് ലെഗ് സ്പേസ് കൂടുതൽ. ചെറിയ വണ്ടിയാണെങ്കിൽ ശരിക്കും അയ്യപ്പാസിന്റെ പരസ്യം പറഞ്ഞ പോലെയാണ്. അകത്ത് വിശാലമായിട്ടുള്ള ഷോറൂം എന്ന് പറഞ്ഞാൽ ഒരു അവസ്ഥയാണ്. സ്ട്രെച്ച് ചെയ്ത് വെക്കാം, നമുക്ക് കാല് നല്ലൊരു സ്ട്രെച്ച് ചെയ്ത് വെക്കാം. ഓക്കെ, അത് നല്ലൊരു ഇതായിട്ട് തോന്നി അല്ലേ? നല്ലതായിട്ട് തോന്നി. ഓക്കെ. അപ്പൊ അലൻ ബ്രോ, എനിക്ക് ചോദിക്കാനുള്ളത് പറഞ്ഞപ്പോൾ ഓൾറെഡി പറഞ്ഞ റിട്ടേൺസ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് നോക്കുന്നില്ലെന്ന് പറഞ്ഞായിരുന്നു. എന്നിരുന്നാൽ പോലും നമ്മളൊരു 11 ലക്ഷം രൂപ, ഇപ്പൊ എല്ലാവർക്കും ആറ്റിറ്റ്യൂഡ് ആണെന്ന് പറയാൻ പറ്റത്തില്ല. കാരണം ചിലർ ഇപ്പൊ നിങ്ങൾ ബിസിനസ് ഒക്കെ ചെയ്യുന്നതുകൊണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് 1-2 വണ്ടികൾ ഉള്ളതുകൊണ്ട് ചിലപ്പോൾ ഇതൊന്നും ഈ വണ്ടി ഇല്ലെങ്കിൽ വേറൊരു വണ്ടി എന്നുള്ളതായിരിക്കും. ചിലർക്ക് ഇതൊരു പ്രൈമറി കൺസേൺ ആയിരിക്കും. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് ഇതിന്റെ ഒരു വാറണ്ടി ഫിഗേഴ്സ് ഒക്കെ ഭയങ്കര പ്രശ്നമാണ്. കാരണം ബാറ്ററി അടിച്ചു പോകും, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഇതിന്റെ വാറണ്ടി എങ്ങനെയാണ് അവർ പറയുന്നത്? 8 വർഷം വാറണ്ടി ഉണ്ട്. 8 വർഷം വാറണ്ടി ആണല്ലേ? 8 വർഷത്തേക്ക് നമ്മളൊന്നും പേടിക്കേണ്ട, അവർ മാറുന്നത് 8 വർഷത്തേക്ക് നമുക്ക് കാര്യങ്ങളെല്ലാം ചെയ്തു തരും എന്നാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ 8 വർഷം നമ്മൾ ഈ ഒരു വാഹനം നമ്മൾ ഓടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഫ്യൂവലിലുള്ള ലാഭത്തെക്കുറിച്ച് എന്തായിരിക്കും ഒരു ഐഡിയ എന്ന് പറയുന്നത്? എൻ്റെ ഇപ്പോൾ യൂസിനാണെങ്കിൽ ഒരു മാസം ഒരു 10,000 രൂപയുടെ. നോർമലി അലൻ എത്ര രൂപയുടെ പെട്രോൾ അടിക്കാറുണ്ട്? മാസം ഒരു 10-11 രൂപ 12 രൂപ പോകുന്നു. അത്ര അടിക്കാറുണ്ട്. വാഗണാറാണ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. ഒരു വണ്ടിക്ക് തന്നെ അത്ര ആറുണ്ട്. വീട്ടിൽ 2-3 വണ്ടി വേറെ ഉണ്ടെന്നല്ലേ പറഞ്ഞത്? അല്ല, ഇപ്പൊ 2-3 വണ്ടി ഉണ്ടെങ്കിലും പക്ഷെ മറ്റേതെല്ലാം ബിസിനസ് യൂസിന് വേറെ പാർട്ട്നേഴ്സും ഉണ്ട്. ഓക്കെ. മെയിനായിട്ട് വാഗണാർ ഓടിക്കുന്നു, 10-12,000 രൂപയ്ക്ക് പെട്രോൾ അടിക്കും. ഇതിലേക്ക് വരുന്ന സമയത്ത് എന്തുമാത്രം ചെലവുണ്ടായിരിക്കുന്നു? ഏകദേശം ഒരു കണക്കിലെടുത്തു 10-12,000 രൂപ അത്രയും. പിന്നെ ആ വണ്ടി എടുക്കുന്നത് കുറവല്ലേ? അപ്പൊ ഈ മെയിൻലി ഇപ്പൊ സിറ്റി കമ്മ്യൂട്ടിങ്ങിനല്ല ഈ വണ്ടി എടുക്കുന്നത്, അപ്പൊ അത്രയും രൂപ ലാഭമായി. ഓക്കെ. മാസം അങ്ങനെ പോലെ 10,000 രൂപ നമുക്ക് ലാഭിക്കാൻ പറ്റും. 10,000 റുപ്പീസ് ലാഭമുണ്ട് മാസം. ഓക്കെ. അപ്പൊ അതുകൊണ്ട് തന്നെ 8 വർഷത്തേക്ക് ഓടിച്ചാലും നഷ്ടമൊന്നും വരാൻ പോകുന്നില്ല എന്ന് ഉറച്ചു വിശ്വസിക്കുന്നുണ്ടല്ലേ? അലൻ ബ്രോ, എൻ്റെ ഫൈനൽ ചോദ്യമാണ്. എനിക്ക് കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇനി എനിക്ക് ചോദിക്കാനുള്ളത് EVയുടെ ഫ്യൂച്ചറിനെ കുറിച്ചും ഇനി EV എടുക്കാൻ ആഗ്രഹിക്കുന്നവരോടും എന്താണ് പറയാനുള്ളത്? കാരണം പോസിറ്റീവായിട്ട് അവരുടെ എടുക്കാനുള്ള രീതിയിലാണ് പറയുക, അതോ? ഞാൻ എടുക്കാനേ പറയത്തുള്ളൂ. കാരണം ഫ്യൂച്ചർ ഈസ് EV ആണ്. ഉറപ്പാണോ? ഉറപ്പാണ്, ഫ്യൂച്ചർ ഈസ് EV ആണ്. ഇപ്പൊ അമേരിക്കയിലായാൽ പോലും ഏറ്റവും കൂടുതൽ ഇപ്പൊ EV ഇന്ത്യയിൽ EV ട്രെൻഡ് ഇപ്പൊ കൂടുതലാണ്. പണ്ടൊന്നും റോഡിൽ അങ്ങനെ അധികം വണ്ടികളുണ്ട്. ഇപ്പൊ പച്ച നമ്പർ പ്ലേറ്റ് ഉള്ള എത്രയോ വണ്ടികൾ നമുക്ക് കാണാൻ പറ്റും. നമ്മുടെ പുറത്ത് ആയാലും ഇവിടെ ആയാലും എല്ലായിടത്തും ഇപ്പൊ ചാർജിങ് സ്റ്റേഷൻ വന്നുകൊണ്ടിരിക്കുകയാണ്. അതെ, ഫ്യൂച്ചർ ഈസ് EV. ഓക്കെ. അപ്പൊ അതിന് മുമ്പേ, കാലത്തിന് മുമ്പേ നമ്മൾ സഞ്ചരിക്കുക എന്നുള്ളതാണ് മെയിനായിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ എന്താണേലും എല്ലാവിധ ആശംസകൾ. ഈ വണ്ടി ഒരുപാട് ഇഷ്ടത്തോടെ വാങ്ങിച്ചത് പരിപാലിക്കുന്നതായിട്ട് എനിക്ക് മനസ്സിലായി. കാരണം വെച്ചാൽ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് അലൻ എൻ്റെ അപ്ഡേറ്റ്സ് തന്നുകൊണ്ടിരിക്കും. വാഹനത്തിനകത്ത് എന്തെങ്കിലും ഒരു കാര്യങ്ങൾ സംഭവിച്ചാൽ, പുതിയതായിട്ടൊരു കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ അന്നേരം എനിക്ക് മെസ്സേജ് അയച്ച് തരാറുണ്ട്. അപ്പം അത്ര ഇഷ്ടത്തോടെ വാങ്ങിച്ചിരിക്കുന്ന ഒരു വാഹനമാണ്. അപ്പോൾ ഇതാണ് EV എടുക്കുന്ന കസ്റ്റമേഴ്സിൻ്റെ ഒരു മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത്. അവർ റിട്ടേൺസ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് നോക്കിയോ? ഡെഫിനറ്റ്ലി ഉണ്ട്, എങ്കിൽ പോലും വാഹനത്തിന് റീസെയിൽ വാല്യൂ നോക്കി എല്ലാവരും എടുക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇവർക്ക് പറയാനുള്ളത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും തൊട്ട് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യണം. അപ്പോൾ അങ്ങനെ വരുവാണെന്നുണ്ടെങ്കിൽ അത് വെച്ചുകൊണ്ട് നമ്മളിനി അടുത്തൊരു EV കസ്റ്റമറോട് സംസാരിക്കും. ആ ക്വസ്റ്റ്യൻസോട് എനിക്ക് കവർ ചെയ്യാൻ പറ്റും. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടുന്നവരെ, ദിസ് ഈസ് റോബിൻ സൈനിങ് ഓഫ് ഫ്രം റോബ് മൈ ഷോ.